CI സജികുമാർ ചില സംശയങ്ങൾ കാർത്തികയോടും യതീന്ദ്രനോടും ചോദിക്കുന്നു. കാർത്തികയുടെയും യതീന്ദ്രന്റെയും മറുപടിയിൽ CIക്ക് സംശയം. കാർ ആക്സിഡന്റിന്റെ സത്യാവസ്ഥ പുറത്തു വന്നാൽ നമ്മൾ കുടുങ്ങുമെന്ന് യതീന്ദ്രൻ കാർത്തികയോട്. തങ്കപ്പനാശാരി പനക്കൽ വീട്ടിലെത്തുന്നു. തങ്കപ്പനാശാരിയുടെ വരവിൽ സുമിത്രയ്ക്ക് അതൃപ്തി. ചില കുത്തുവാക്കുകൾ കൊണ്ട് മനീഷിനെ കുറ്റപ്പെടുത്തുന്ന തങ്കപ്പനാശാരി. അമ്പലത്തിൽ പോവാനുള്ള ഒരുക്കങ്ങളുമായി ഉദയനും നന്ദനയും. ഇനി തുടർന്ന് കാണുക. രാത്രിയില് ജലസേചനം കൂടുതലാ. അതാ രാവിലെ വയറ് കത്തുന്നത്. ആരുടെ വയറ് കത്തി? അതെ, ചൂട് കാലത്ത് ധാരാളം ശുദ്ധജലം കുടിക്കണം. നീയും കുടിച്ചോ? അതെന്തിനാ? അല്ലാതെ തന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട് ഞാൻ. രാവിലെ എങ്ങോട്ട് കെട്ടിയെടുക്കാനാണോ എന്തോ. ഞങ്ങൾ അമ്പലത്തിൽ വരെ ഒന്ന് പോവാ. അമ്പലത്തിലേക്കോ? എന്താ വിശേഷിച്ച്? ഞങ്ങളുടെ പേരില് മൃത്യുഞ്ജയ ഹോമം നടത്താന്ന് നേർന്നിട്ടുണ്ട്. അത് വെള്ളിയാഴ്ച നടത്താൻ വേണ്ടി റെസീറ്റ് എഴുതിക്കണം. ഇപ്പൊ മൃത്യുഞ്ജയ ഹോമം നടത്തണമെന്ന് ആരാ പറഞ്ഞത്? ആരും പറഞ്ഞിട്ടല്ല. മരണത്തിന്റെ നിഴലിൽ നിന്ന് ഈയിടെ കഷ്ടിച്ചല്ലേ രക്ഷപ്പെട്ടത്. ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതല്ലേ? നമ്മള് ദൈവത്തോടല്ലാതെ ആരോടെതൊക്കെ പറയാ? അത് ശരിയാ. യതിയേട്ടാ, കേൾക്കുന്നുണ്ടോ ഇതൊക്കെ? വല്ലപ്പോഴും എങ്കിലും അമ്പലത്തിൽ പോണോന്ന് പറഞ്ഞാ മടിയാ. എന്നാ പോയിട്ട് വരാം. കേരട്ടെ. പോവാം. പക്ഷേ സിഗ്നൽ കിട്ടിയില്ല. ഇവിടെ ഇങ്ങനെ വെള്ളം കുടിച്ചോണ്ടിരുന്നോ? നിങ്ങൾക്കും ഇല്ലേ കയ്യും കാലും? ബൈക്കിലൊന്ന് ചുറ്റണമെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു. വീടിനകത്ത് ഞാൻ നിന്നെ കൊണ്ട് ധാരാളം ചുറ്റുന്നുണ്ട്. ഇനി നാട്ടിലിറങ്ങിയും ചുറ്റിക്കണോ എന്നെ? നാട്ടിൽ ആരെങ്കിലും കൊണ്ട് നിങ്ങൾ ചുറ്റുന്നുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അങ്ങനെ വല്ലതും അറിഞ്ഞാൽ കൊല്ലും ഞാൻ. കാർത്തികേ, ഉറങ്ങിക്കിടക്കുമ്പോ ഇങ്ങനെ കഴുത്തി ഞെരിച്ച് കൊല്ലും. പറഞ്ഞേക്കാം. പഴക്കമുള്ള ശിവക്ഷേത്രമാണല്ലേ? ഒരുപാട് തലമുറകൾ തൊഴുതു പ്രാർത്ഥിച്ചിട്ടുള്ള സ്ഥലമാണ്. ഇവിടുത്തെ ശിവരാത്രി നാടിന്റെ മുഴുവൻ ആഘോഷം. വിവാഹം കഴിച്ചും ജോലിക്കായിട്ടും അന്യദേശങ്ങളിൽ പോയിട്ടുള്ള എല്ലാവരും ശിവരാത്രി നാളില് നാട്ടിലെത്തി. കരുനാഗപ്പള്ളിക്കടുത്ത് ഒരു അർദ്ധനാരീശ്വര ക്ഷേത്രമുണ്ട്. ശിവപാർവതിമാരെ ഒരുമിച്ച് കണ്ടു തൊഴാം. നന്ദന പോയിട്ടുണ്ടോ? ഉദയന്നൂരുള്ളപ്പോ മുത്തശ്ശിയുടെ കൂടെ പോയിട്ടുണ്ട്. മാസത്തിൽ ഒരിക്കലെങ്കിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോണെന്ന് മുത്തശ്ശിക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെ ഒരിക്കൽ കരുനാഗപ്പള്ളിയിലും പോയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ചൊന്ന് പോകാവുന്നതാണ്.
അർദ്ധനാരീശ്വരനെ കണ്ടു തൊഴാൻ അർദ്ധനാരീശ്വരന്മാർ ചെല്ലുന്നതിൽ അവിടെ ഉള്ളവർക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ലല്ലോ. ഈശ്വരന്മാരെ തൊട്ട് കളിക്കണ്ട കേട്ടോ. ക്ഷമാപണം നടത്തിയതാ. ഉം. ഈ കുളത്തിൽ എന്നും അമ്പൽപ്പൂ ഉണ്ടാവോ? ആ, ഉണ്ടാവാറുണ്ട്. ചിലപ്പോ ഈ കുളം നിറയെ അമ്പലായിരിക്കും. അമ്പലിന്റെ മണം എനിക്കിഷ്ട. അതിനൊരു നാട്ടുംപുറത്തെ മണമുണ്ട്. നാട്ടിൻപുറത്തിന്റെ മണമുള്ള പൂ അത് ആദ്യമായിട്ട് കേൾക്കുക. സത്യം. എന്നാൽ അതൊന്ന് നോക്കിയിട്ട് എന്റെ കാര്യം. വേണ്ട കേട്ടോ. നിക്ക്, പിടിക്ക്. ഞാൻ വെറുതെ പറഞ്ഞതാ, വേണ്ട. ബഹളം ഉണ്ടാക്കാൻ നിക്കുന്നേ. ശോ. അത്രയും പോയാ മതി. ഇങ്ങ് തിരിച്ചു പോരും. ഇത് കടലല്ല, കുളമാ. ദേ, ആ, അത് മതി. സൂക്ഷിച്ച്. അപ്പൊ ഇതാണ് നാട്ടിൻപുറത്തിന് നറുമണമുള്ള പൂവ്. ഇങ്ങിതാ. കൊള്ളാം. താമരപ്പൂവില്ലാത്ത ഭാഗ്യം. അല്ലെങ്കിൽ മുണ്ട് വീണ്ടും മാടി കുത്തണ്ടി വന്നേനെ. പഴയ പാട്ടിൽ പറയുന്ന അല്ലിയാമ്പൽ കടവ് ഇതായിരിക്കും. എങ്കിൽ തുഴയാൻ ഒരു കൊതുമ്പ് വെള്ളം വേണം. പിന്നെ നെഞ്ചിനുള്ളിൽ അനുരാഗ കരിക്കിൻ വെള്ളം വേണം. ആ കരിക്കിൻ വെള്ളം ഉള്ളോണ്ടല്ലേ ഇപ്പൊ പൂന്നുള്ളാൻ ഇറങ്ങിയത്. അങ്ങനെയും പറയാം. പോവാം. പോവാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. എന്താ? പോവാം. ഇന്ന് വേറെ എന്തെങ്കിലും പ്രോഗ്രാം ഇട്ടിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. തനിക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? നമുക്ക് കാർത്തികേയനെ ഒന്ന് കാണാൻ പോയാലോ? കുട്ടിയെ കണ്ടിട്ട് കുറേ ആയില്ലേ? വേറൊരു ആവശ്യം കൂടിയുണ്ട്. കാർത്തികേയനുടെ കാര്യം കാർത്തിക ചോദിച്ചില്ലേ? ആ വാർത്ത അവിടെ എത്തിയതിന്റെ സോഴ്സ് ഒന്ന് അറിയണം. ശരിയാ. എങ്കിൽ പോവാം. പോവാം.
കുന്നത്തൂർ കോവിലകമല്ലേ? അതെ. എനിക്ക് നന്ദനെ ഒന്ന് കാണണം. നന്ദന ആരാണെന്ന് മനസ്സിലായില്ല. ഞാൻ കുറച്ച് ദൂരേന്നാ. നന്ദനെ ഒന്ന് വിളിക്കാമോ? നന്ദന ഇവിടെ ഇല്ലല്ലോ. നന്ദനയുടെ ഭർത്താവോ? രണ്ടുപേരും കൂടിയാ പോയിരിക്കുന്നത്. എപ്പോ വരുമെന്നറിയില്ല. എന്നാ ഞാൻ ഇനി ഒരിക്കലും വരാം. ആരായത്? എനിക്കൊരു പിടിയില്ല. അങ്ങനെ അങ്ങ് വിട്ടാലോ? നീ വിളിക്ക്. അതെ ചേച്ചി ഒന്ന് നിന്നേ. വന്ന കാര്യം പറഞ്ഞ നന്ദനെ അറിയിക്കായിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ പിന്നെ വരാം. അതെന്താ ചേച്ചി അങ്ങനെ? എവിടുന്നാ വരുന്നെന്നെങ്കിലും ഒന്ന് പറ. എന്റെ വീട് മണക്കാട്ടെന്നാ ഞാൻ വരുന്നത്. മണക്കാട്? നന്ദനയുടെ സ്ഥലമല്ലേ അത്? സുമിത്രച്ചിയാണോ? അയ്യോ എന്റെ ദൈവമേ, എന്നിട്ടാണോ? എതിയേട്ടാ ഇതാരാണെന്ന് മനസ്സിലായോ? ഇല്ല. നമ്മുടെ നന്ദനയുടെ എല്ലാമായ സുമിത്രമ്മ. ആണോ? നല്ല പാർട്ടിയാ. ഇതാദ്യം പറയണ്ടേ. കേറി വാ. ഞാൻ പോയിട്ട് വേറൊരു ദിവസം നന്ദന ഉള്ളപ്പോ വരാം. അതൊക്കെ ചേച്ചിയുടെ ഇഷ്ടം. പക്ഷേ ഇന്നിവിടെ വരെ വന്നതല്ലേ, ഞങ്ങളെ കണ്ടില്ലേ? വെറുതെ അങ്ങ് പോവാൻ പറ്റില്ല. വന്നേ, ചായയൊക്കെ കുടിച്ച് കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് പോയാ മതി. ഞങ്ങളെ മനസ്സിലായോ? അനിയനും ഭാര്യയല്ലേ? അപ്പൊ അറിയാം. വാ ചേച്ചി, ഇങ്ങോട്ട് വന്നേ. വീട് അടച്ചിട്ടിരിക്കുകയാണല്ലോ. മീനത്തേലമ്മേ, ഗോപികേ. ശനിയാഴ്ചയല്ലേ, കാർത്തികനെയും കാണണ്ടാണല്ലോ. മീനത്തേലമ്മേ, ആരും ഇല്ല കേട്ടോ. ആ, ഒരാള് വരുന്നുണ്ട്, ചോദിക്കാം. ഹലോ, ഈ വീട്ടിലാരും കാണുന്നില്ലല്ലോ, എവിടെ പോയിന്നറിയോ? എന്തോ ആശുപത്രി കേസുണ്ട്, 5-6 ദിവസമായി. ആർക്കാ അസുഖം? അതറിഞ്ഞൂടാ. കാർത്തിയാനിക്കായിരിക്കോ സുഖമില്ലാത്തത്? ഒന്ന് വിളിച്ചറിയിച്ചത് പോലില്ലല്ലോ. എങ്ങനെയാ ഇപ്പൊ ഒന്ന് അറിയുന്നത്? അടുത്ത ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കാം, അതേ ഉള്ളൂ വഴി. വാ. മീനത്തേലമ്മയാണല്ലോ. ആർക്കാ മീനത്തേലമ്മ അസുഖം? ഗോപിക ആസ്പത്രിയിലായിരുന്നു സാറേ. എന്ത് പറ്റി? പഴയ നടുവേദന പിന്നെയും വന്നു, അതിന്റെ കൂടെ പനിയും. ഏത് ആശുപത്രിയിലാ ഗോപിക? സാർ ഇവിടെ നിൽക്ക്, ഞാൻ അപ്പുറത്ത് പോയി കതക് തുറക്കട്ടെ. ആ വന്നാട്ടെ സാറേ. സാറ് ഇരി. എനിക്ക് 4-5 ദിവസം വല്ലാതെ വിഷമിച്ച് തീരെ വയ്യാതായി ഗോപിയക്ക്. എനിക്ക് എപ്പോഴും ആസ്പത്രിയിൽ പോയി നിൽക്കാൻ പറ്റുമോ? ആടും കോഴിയും കിടക്കുന്നു.
കറുത്തുട്ടിയെ നോക്കണം. നമുക്ക് ആശുപത്രി വരെ പോവാം. ഗോപിക എന്ന് രാവിലെ ആസ്പത്രിയിൽ നിന്ന് ഇറങ്ങി സാറേ. കുറവുണ്ട്. എന്നിട്ട് എവിടെ? എന്റെ വകയിൽ ഒരു അനിയത്തി ആസ്പത്രിക്ക് അടുത്തുണ്ട്, ശാരദ. വലിയ അടുപ്പമൊന്നുമില്ല, അത് ഞാൻ കൂട്ടാക്കിയില്ല. ഗോപികയെ അവിടെ നിർത്തിയിട്ട് വരിക ഞാൻ. 3 ദിവസത്തേക്കേ രാവിലെ ഓരോ കുത്തിവയ്പ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് വിളിച്ചോണ്ട് വരാം. കാർത്തിയാനി എവിടെ പോയി? ശനിയാഴ്ച ആയിട്ട് ഇന്ന് സ്കൂളുണ്ട് സാറേ. ഓട്ടോക്കാർ കൊണ്ടുവിടും. കാർത്തിയാനിയെ ഇന്ന് നമുക്ക് സ്കൂളിൽ പോയി വിളിച്ചോണ്ട് വരാം. സാറിനെ കാണുന്നതേ കാർത്തുട്ടിക്ക് വലിയ സന്തോഷം. ഗോപിക ഹോസ്പിറ്റലായി വരും എന്നെ വിളിച്ച് അറിയിക്കാത്തെന്താ? അതിന് ഫോൺ വേണ്ടേ? അതിന്റെ ബാറ്ററി കേടായി, ഇനി അത് നന്നാക്കാൻ കൊടുക്കണം. സാറേ, കട്ടൻ കാപ്പി തിളപ്പിക്കട്ടെ? പാലിരിപ്പില്ല. ഇപ്പൊ വേണ്ട. ആ, മീനത്തേലമ്മയ്ക്ക് എന്നോടെന്താ ദേഷ്യം? മുഖത്ത് നോക്കുന്ന പോലും ഇല്ലല്ലോ. മീനത്തേലമ്മേ. ഉദയ സാറേ, എന്റെ കൊച്ചുമോളുടെ ദൈവമാണ് സാറ്. പക്ഷേ ദൈവം പിണങ്ങിയാൽ അന്നം മുടങ്ങും. അതാണ് ഇപ്പൊ എന്റെ അനുഭവം. അതിനിപ്പോ ആര് പണങ്ങിയെന്നാ എനിക്ക് മനസ്സിലാവുന്നില്ല. സാറിന്റെ സന്മനസ്സുകൊണ്ടാ ഞങ്ങൾക്ക് വീട്ടു ചെലവിനുള്ള കാശ് അയച്ചു തരുന്നത്. അത് മുടങ്ങിയാൽ ചോദിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ല. എന്നാലും സങ്കടമായിട്ട് പറയാം, കഴിഞ്ഞ മാസം ഈ മാസം ചെലവ് കാശ് അയച്ചു തരാതിരുന്നത് സാറ് പിണങ്ങാഞ്ഞിട്ടാ. പണം കിട്ടിയില്ലേ? അത് അയച്ചതാണല്ലോ. ആരയച്ചെന്ന് ചോദിക്കൂതേ സാറേ. പതിവ് പോലെ 1-ാം തീയതി തന്നെ ഓഫീസിൽ ഏർപ്പാട് ചെയ്തതാ. ഓ, പൈസ അയക്കണ്ടെന്നായിരിക്കും ഏർപ്പാട് ചെയ്തത്. സാറിന്റെ ഭാര്യയായിരിക്കും. ഞാൻ പറയുമ്പോഴേ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. പക്ഷെ മീനത്തേര് പറയും ഞങ്ങളുടെ അന്നം മുടക്കിയതേ ഈ കൊച്ചാ. മീനത്തേലമ്മേ. അമ്മയോ? അഴിഞ്ഞാട്ടക്കാരിന്ന് വിളിക്ക്. ഞാനും എന്റെ ഗോപികയും അത്തരത്തിൽ ജീവിക്കുന്നവരല്ലേ. എന്തൊക്കെയാ ഈ പറയുന്നേ? ഞാനല്ല സാറേ, സാറിന് ഭാര്യ പറഞ്ഞ കാര്യ. ഞാനും ഗോപികയും അഴിഞ്ഞാട്ടക്കാരികളാണെന്ന്, ഞങ്ങൾക്ക് പൈസ തരേണ്ട ആവശ്യമില്ലെന്ന്. ആരാണ് ഇത്തരം അസംബന്ധങ്ങൾ നിങ്ങളോട് പറഞ്ഞത്? മറ്റെങ്ങൊന്നുമല്ല, സാറിന്റെ വീട്ടിൽ വന്നപ്പോ ഞാൻ അറിഞ്ഞതാ. വീട്ടിൽ വന്നിരുന്നോ? അനിയനും അനിയത്തിയും പറഞ്ഞില്ലേ? ഇല്ല. ഞാനും കറുത്തുട്ടിയും കൂടിയാ വന്നത്. അപ്പൊ നിങ്ങൾ അവിടെ ഇല്ലായിരുന്നു. വിവരങ്ങളെല്ലാം അറിഞ്ഞു. എന്തിനാണ് കൊച്ചേ ഈ പാവങ്ങളെ കഞ്ഞിൽ മണ്ണ് വാരിയിടുന്നത്? ഓ, നിങ്ങളൊക്കെ വലിയ ആൾക്കാരാ, ഞങ്ങളൊക്കെ ചെറിയവരും. ആവതില്ലാത്തൊരു പെണ്ണിനെയും ഒരു പൊടി കൊച്ചിനെയും കൊണ്ട് ജീവിച്ചു പൊയ്ക്കോട്ടെ. കേൾക്കുന്നില്ലേ ഈ പറയുന്നൊക്കെ? എന്താ ഒന്നും മിണ്ടാത്തെ? എനിക്ക് ചിലത് മനസ്സിലായി. മീനത്തേല് കേട്ടതെല്ലാം അസംബന്ധമാണ്. നന്ദനയ്ക്ക് നിങ്ങളോട് ദേഷ്യമില്ല. കാർത്തിയാനെയും ഗോപിയെ ഇഷ്ടമാണ്. ഇന്നിങ്ങോട്ട് വരാൻ തീരുമാനിച്ചത് തന്നെ നന്ദനയാ. തെറ്റിദ്ധരിപ്പിച്ചത് ആരാന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് നിങ്ങൾ വീട്ടിൽ വന്ന വിവരം പോലും ഞാനോ നന്ദനെ അറിയാതിരുന്നത്. അല്ല, ആ താടി വെച്ച ഭീമൻ സാറിന്റെ അനിയനാ? ആ. ഓ, ആ കണ്ണാടിക്കാരിയെ അയാളുടെ ഭാര്യയും അമ്പടി ഭയങ്കരി. ഇനിയും കാണട്ടെ, മുഖത്ത് നോക്കി നല്ലൊരാട്ട് വെച്ചു കൊടുക്കും ഞാൻ. ആ മോളെ, പോട്ടെ മോളെ. എൻ്റെ ഒരു വിവരക്കേടാണെന്ന് വിചാരിച്ചാൽ മതി. മനസ്സിലൊന്നും വെക്കല്ലേ, ക്ഷമിച്ചു കളാ. സാരമില്ല മീനത്തേലമ്മേ, എന്നെ തെറ്റിദ്ധരിച്ചല്ലോ എന്നുള്ള വിഷമേ ഉള്ളൂ. മീനത്തേലും തെറ്റി മോളെ. ഹേയ്, തെറ്റിയതല്ല, തെറ്റിദ്ധരിപ്പിച്ചതല്ലേ. ഇനിയേ കട്ടൻ കാപ്പി കുടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. വാ, ഞാൻ കാപ്പി ഉണ്ടാക്കാം. ഷോ, തടസ്സം പറയുന്നില്ല. വാ വാ. അതെ, ഇന്ന് പോകുന്നതിന് മുമ്പ് ATM ഒന്ന് പണം എടുത്ത് ഇവിടെ കൊടുക്കാൻ ഓർക്കണം. ഞാൻ മറന്നാൽ ഓർമ്മിപ്പിക്കണം. എന്നാലും ഇവിടെ തന്റെ പണം എങ്ങനെ മിസ്സായി എന്നറിയില്ലല്ലോ. അതൊക്കെ കണ്ടുപിടിക്കാം. മോളെ, നന്ദന മോളെ. എന്തായാലും ഇത്രയായി. കുറച്ച് സമയം കൂടെ നോക്കാം, എന്നിട്ട് പോവാൻ ചേച്ചി. എങ്ങോട്ടാ പോകുന്നതെന്ന് പറയാൻ മറന്നതായിരിക്കും നന്ദന അല്ലേ?
മറന്നൊന്നും അല്ല സുമിത്രേച്ചി. സുമിത്രേച്ചിയോട് പറയുന്നത് കുറച്ചില്ല, എന്നാലും പറയാലോ. ഇതാ ഇവിടുത്തെ സ്ഥിരം പരിപാടി. എങ്ങോട്ട് പോന്നു, എന്തിനു പോകുന്നു, എപ്പ വരും, ഇതൊന്നും ഞങ്ങളെ അറിയിക്കാറില്ല. അങ്ങോട്ട് ചോദിച്ചാലോ തർക്കുത്തരായിരിക്കും പറയാ. അതുകൊണ്ട് ഞങ്ങളിപ്പോ ചോദിക്കാറേ ഇല്ല. ഞാനിപ്പോ ഉദയേട്ടനെയും നന്ദനെയും വിളിച്ചു നോക്കി. രണ്ടുപേരുടെയും ഫോൺ ഓഫാക്കി വെച്ചിരിക്കുക. നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. തമ്മിൽ അങ്ങനെ ഒരു അകൽച്ചയുടെ കാരണം എന്താ? അഹങ്കാരം, അല്ലാതെന്താ. നന്ദനയുടെ വിചാരം ഏതോ വലിയ കൊമ്പത്തെ ആളാണെന്നാ. സുമിത്രേച്ചി ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. ചേച്ചി വളർത്തിയതുകൊണ്ടാണല്ലോ അവള് ഇന്നത്തെ ഈ നിലയിലായത്. അതേസമയം ഒന്നാന്തരം കോവിലകത്തുനിന്ന എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതെ, 2 ആനയുണ്ടായിരുന്ന വീടാ. നന്ദനയുടെ യഥാർത്ഥ പ്രശ്നം ഞാൻ പറയാം. ആരെയും വകവെക്കില്ല, തന്നെ ഇഷ്ടത്തിന് നടക്കണം. ആരും ഒന്നും അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. ഒരു വീടാവുമ്പോ അങ്ങനെ പറ്റുമോ? നന്ദനയും പഠിച്ചതാ, ഞാനും പഠിച്ചതാ. BSc ഹിസ്റ്ററിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു എനിക്ക്. എന്നിട്ട് ഞാൻ അഹങ്കരിക്കുന്നുണ്ടോ? കാരണം എന്താ? പാരമ്പര്യം. അതൊരു ചെറിയ കാര്യമല്ല.